ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഈ ഒരു ടേബിൾ ക്ലോത്ത് ആണ്. ഇത് നമുക്ക് ടേബിളിൻ്റെ സെൻറ്ററിൽ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഈ പ്രൊജക്റ്റിൻ്റെ പാർട്ട് 1 ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു യാണാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇതൊരു വലിയ ബോളാണ്. ഇതുണ്ടോ, ഇത്രയും വലിയ ബോളാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഹുക്ക് 3.0 mm ഹുക്കാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ 1 2 3 4 5 6 7 8 ചെയിൻ. ഫസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, റൗണ്ട് 1 ചെയിൻ 1 2 3 സർക്കിളിനുള്ളിൽ 1 DC 2 3 4 5 6 ടോട്ടൽ 23 DC ആണ് ചെയ്യേണ്ടത്. 3 ചെയിനും കൂടെ ചേർത്ത് 24 DC. 24 DC ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 2 ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3. നെക്സ്റ്റ് ചെയിനിൽ 1 DC. ഇത് റൗണ്ട് 2 ആണ്. ചെയിൻ 1 2 3 4 സ്കിപ്പ് 1 ചെയിൻ. നെക്സ്റ്റിൽ DC. നെക്സ്റ്റ് ചെയിനിൽ സെക്കൻഡ് DC. ചെയിൻ 1 2 3 4 സ്കിപ്പ് 1 ചെയിൻ. നെക്സ്റ്റിൽ 1 DC. നെക്സ്റ്റ് ചെയിനിൽ 1 DC. ചെയിൻ 1 2 3 4 skip 1 chain. Next chain 1 DC. Next chain 1 DC. ഇതേപോലെ ഇവിടം വരെ ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് 4 ചെയിൻ, സ്കിപ്പ് 1 ചെയിൻ. നെക്സ്റ്റിൽ 1 DC 2 DC. chain 1 2 3 4 chain 1 2 3 third chainൽ slip stitch. നമുക്ക് ടോട്ടൽ ഈ 2 ചെയിൻ്റെ പോർഷൻ 1 2 3 4 5 6 7 8 2 ചെയിൻ്റെ പോർഷനാണ് നമുക്കുള്ളത്. 2 ചെയിൻ്റെ DC ആണുള്ളത്. നെക്സ്റ്റ് റൗണ്ട് 3 ചെയിൻ 1 2 3. നെക്സ്റ്റ് DCയുടെ മുകളിൽ നെക്സ്റ്റ് ചെയിനിൽ DC. ചെയിൻ 1 2 3 4. ഈ 4 DCയുടെ മുകളിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3 4. DCയുടെ മുകളിൽ DC. നെക്സ്റ്റ് ചെയിനിൽ DC. ചെയിൻ 1 2 3 4.
4 ചെയിൻ്റെ മുകളിൽ 4 ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3 4, ഇവിടെ 2DC, 1DC 2DC 2DC. കണ്ടിന്യൂ ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് DC, നെക്സ്റ്റിൽ 1 more DC, 4 ചെയിൻ, സിംഗിൾ ക്രോഷ്യ, 4 ചെയിൻ, തേർഡ് ചെയിനിൽ 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 4 ചെയിൻ 1 2 3, സെയിം സ്പേസിൽ തന്നെ 1 more DC. നെക്സ്റ്റ് ഇവിടെ DC ചെയ്തേക്കണ ആ ചെയിനിൽ DC, സെയിം DCയുടെ സ്പേസിൽ തന്നെ 1 more DC, 3 ചെയിൻ 3 DC, അതായത് ഈ 2 DCയുടെ മുകളിൽ 4 DC ആണ് വരുന്നത്. 1 2 3 ചെയിൻ, ഈ 4 ചെയിൻ്റെ പോർഷനിൽ DC, ചെയിൻ 1 2 3 4 5, നെക്സ്റ്റ് ഈ 4 ചെയിൻ്റെ പോർഷനിൽ DC, ചെയിൻ 1 2 3, നെക്സ്റ്റ് ഈ ഒരു DCയിലെ മുകളിൽ 1 DC 2 DC, നെക്സ്റ്റ് ചെയിൻ 2 DC, one 2 3 DC, chain 1 2 3 4 5, next 4 chain DC, 1 2 3 chain. ഇതേപോലെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം ഫുള്ള്. ചെയിൻ 1 2 3 DC, chain 1 2 3 4 5, 1 2 3 chain, 1 2 3 തേർഡ് ചെയിനിൽ റൗണ്ട് 5 ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഹുക്ക് ഇങ്ങനെ ഇട്ട് നമുക്കിവിടെ നിന്ന് വലിച്ചെടുക്കാം പുറത്തേക്ക്. ഒരു സിംഗിൾ ചെയിൻ ഇടും. അപ്പോൾ നമ്മുടെ ഇത് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇതിലാണ് ഈ ത്രീ ചെയിനിനുള്ളിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ടിരുന്നത്. ഓക്കെ, ചെയിൻ 1 2 3 പ്ലസ് 1 2 3 4 5, ടോട്ടൽ 1 2 3 4 5 6 7 8 ചെയിൻസ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈ 3 ചെയിനിൽ DC 1 DC, നെക്സ്റ്റ് ഈ 5 ചെയിനിൽ 1 2 3 4
5 6 7 8 DC 5 ചെയിനിലുള്ള നെക്സ്റ്റ് 3 ചെയിനിൽ 1 DC ചെയിൻ 1 2 3 4 5 3 ചെയിൻ്റെ പോർഷനിൽ DC വീണ്ടും ഈ പോർഷനിലുള്ള 8 DC അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തിട്ട് വരാം. ഇതിവിടെ ലാസ്റ്റാണ്. ചെയിൻ 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ 5 ചെയിനിലുള്ള സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻ 1 2 3 1 DC 2 DC 1 2 3 chain 3 DC 1 DC 2 3 chain 1 2 3 1 2 3 4 fourth ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയിൻ 1 2 3 നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയിൻ 1 2 3 1 DC 2 3 1 2 3 chain 3 DC 1 2 3 chain 1 2 3 1 2 3 fourth DCയിൽ സിംഗിൾ ക്രോഷ്യ ചെയിൻ 1 2 3 നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയിൻ 1 2 3 വീണ്ടും ഈ ഒരു പോർഷനിൽ 3 DC 3 ചെയിൻ 3 DC അങ്ങനെ റൗണ്ട് 6 നമുക്ക് ഇതേപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് വരാം. ചെയിൻ 1 2 3 1 2 3 ഫോർത്ത് DCയിൽ സിംഗിൾ ക്രോഷ്യ 1 2 3 നെക്സ്റ്റ് DCയുടെ മുകളിൽ സിംഗിൾ ക്രോഷ്യ ചെയിൻ 1 2 3 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 6 ഇവിടെ കംപ്ലീറ്റ് ആയി. റൗണ്ട് 7 സ്ലിപ്പ് സ്റ്റിച്ച്, സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ച്, ഈ 3 ചെയിൻ്റെ പോർഷനിൽ തേർഡ് സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 2 3 1 DC 2 DC 1 2 3 ചെയിൻ, 3 ചെയിൻ്റെ പോർഷനിൽ 1 DC 2 DC 3 DC ചെയിൻ 1 2 3 4 5 6 single crochet 6 chain 1 2 3 4 5 6 chain ഇതിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ
1 DC, 2, 3, 3 DC, 3 chain, 3 DC, 1 DC, 2, 3, chain 1, 2, 3, 4, 5, 6, 3 chain single crochet, single crochet, 1, 2, 3, 4, 5, 6. ഇതിൽ റിപ്പീറ്റ്. ഫുള്ള് റൗണ്ട് 7 കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ചെയിൻ 1, 2, 3, 4, 5, 6, single crochet, chain 1, 2, 3, 4, 5, 6, third chain slip stitch, round 8, next chain slip stitch, next chain slip stitch, ഈ ഒരു പോർഷനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, 2, 3, 1 DC, 2 DC, 1, 2, 3 chain, 1 DC, 2 DC, 3 DC, chain 1, 2, 3, 4, 5, 6, ഈ ഒരു പോർഷനിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, 2, 3, 4, 5, ഇവിടെ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, 2, 3, 4, 5, 6, ഈ 3 ചെയിനിലുള്ള 1 DC, 2 DC, 3 DC, 1, 2, 3, 3 chain, 3 DC, 1 DC, 2, 3. ഈ ഒരു രീതിയിൽ നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഈ റൗണ്ട് ലാസ്റ്റ് ചെയിൻ 1, 2, 3, 4, 5, 6, ഈ ഒരു പോർഷനിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, 2, 3, 4, 5 പോർഷനിൽ സിംഗിൾ ക്രോഷ്യ, chain 1, 2, 3, 4, 5, 6, 1, 2, 3, third chain slip stitch, round 9, next chain slip stitch, slip stitch, second slip stitch, third slip stitch, chain 1, 2, 3, 1 DC, 2 DC, 2 chain, 3 chain, 3 DC, 1, 2, 3. Chain 1, 2, 3, 4, 5, 6, ഈ ഒരു 5 ചെയിൻ്റെ പോർഷനിൽ 1 DC, 2,
3 4 5 5 DC 1 2 3 4 5 6 chain ഈ ഒരു ഇതിൽ 3 ചെയിനിൽ 3 DC 3 chain 3 DC. വീണ്ടും ഇതിൽ 6 ചെയിൻ ഈ ഒരു പോർഷനിൽ 5 DC 6 ചെയിൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഫൈവ് സിക്സ് 5 DC 1 2 3 4 5 chain 1 2 3 4 5 6 1 1 2 3 third chain la slip stitch. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച്, സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ച്, തേർഡ് സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 2 3 1 DC 2 DC 3 chain, സെയിം അതിൽ തന്നെ 1 DC 1 2 3 chain, നെക്സ്റ്റ് സെയിം അതിൽ തന്നെ സെയിം 1 DC 2 DC 3 DC, ചെയിൻ 1 2 3 ചെയിൻ. ഈ ഒരു പോർഷനിൽ സിംഗിൾ ക്രോഷേ 5 DCയുടെ മുകളിൽ 1 DC, ചെയിൻ 1 1 DC, ചെയിൻ 1 1 DC, ചെയിൻ 1 DC, chain 1 DC. ഈ ഇതിൽ സിംഗിൾ ക്രോഷേ ചെയിൻ 1 2 3. ഈ ഒരു പോർഷനിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 3 DC, 1 2 3 chain 1 DC, 1 2 3 chain 3 DC. ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്തിട്ട് വരാം. ഇതിവിടെ റൗണ്ട് കംപ്ലീറ്റ് ആക്കാം. സിംഗിൾ ക്രോഷേ ചെയിൻ 1 2 3 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് നെക്സ്റ്റ് ചെയിനിൽ, തേർഡ് സ്ലിപ്പ് സ്റ്റിച്ച് നെക്സ്റ്റ് ചെയിനിൽ, ലാസ്റ്റ് വൺ ഈ പോയിന്റിനുള്ളിൽ.